പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. തിരുമണിക്കൂറിൽ കർത്താവേ, നിന്റെ സ്വരം കേൾക്കുവാൻ, നിന്നെ അനുഭവിക്കുവാൻ നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. കാർമൽ മലയിൽ ഏലിയായ്ക്കുണ്ടായ ഒരു ദൈവാനുഭവം, സീനായി മലയിൽ മോശയ്ക്കുണ്ടായ ഒരു ദൈവാനുഭവം, താബോർ മലയിൽ ശിഷ്യന്മാർ ദർശിച്ച ദൈവമഹത്വം ഈ നിമിഷം ഈ അൾത്താരയിൽ, ഈ പരിശുദ്ധമായ അൾത്താരയിൽ ദൈവം ഇറങ്ങി വരുന്ന ഈ നിമിഷം കർത്താവേ, നിന്നെ അനുഭവിക്കുവാനും നിന്നെ അറിയുവാനും ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുമണിക്കൂറിൽ ആയിരിക്കാം. വചനം പറയുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ വലിയൊരു മനസ്സാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. 3 വാക്യങ്ങളുള്ള ചെറിയ ഒരു സുവിശേഷ ഭാഗം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിലാദ്യം തന്നെ സുവിശേഷം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 99 ആടുള്ള ഒരു ഇടയൻ 99നെ വിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന അവസ്ഥ. സുവിശേഷം ചോദിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിൻ്റെ അവസാനം വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഒരപ്പൻ്റെ മനസ്സ്, ഒരു പിതാവിൻ്റെ മനസ്സ് വളരെ വ്യക്തമായി സുവിശേഷം നമ്മളോട് പങ്കുവെക്കുകയാണ്. അതിപ്രകാരമാണ് പറയുന്നത്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. വചനം നമ്മളോട് പറയുന്നത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക. ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, പിതാവിൻ്റെ ഒരപ്പൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുന്നത് പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ലൗകികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം 99നെ വിട്ടിട്ട് ഒന്നിന് പുറകെ പോയ ഒരിടയൻ. ഈശോയുടെ പല കാര്യങ്ങളും നമ്മൾ അപ്രകാരമാണ് കാണുന്നത്. കാരണം തൻ്റെ തോട്ടത്തിലേക്ക് പണിക്ക് വിളിക്കാൻ പോയ ഒരു യജമാനനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. അവിടെയും കാണുന്നത് ഇപ്രകാരമാണ്: 1-ാം മണിക്കൂറിൽ വന്നവർക്കും 11-ാം മണിക്കൂറിൽ വന്നവർക്കും തുല്യ വേതനം കൊടുക്കുന്ന ഒരു യജമാനൻ. 1-ാം മണിക്കൂറിൽ വരുന്നവർക്ക് 1 ദനാറ, 11-ാം മണിക്കൂറിൽ വരുന്നവർക്ക് 1 ദനാർ. അവിടെ ഈ മനുഷ്യർ ചോദിക്കുന്നുണ്ട്: 1-ാം മണിക്കൂറിൽ വന്നവരെയും 11-ാം മണിക്കൂറിൽ വന്നവരെയും നീ എങ്ങനെ തുല്യരാക്കി? രണ്ടുപേരും 2 രീതിയിൽ അധ്വാനിച്ചു. രണ്ടുപേരുടെയും അധ്വാന സമയം വ്യത്യസ്തമാണ്. അവർക്ക് കിട്ടിയ വേതനം ഒന്ന് തന്നെയാണ്. കാരണം മനുഷ്യൻ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായി വചനം പറയുന്നുണ്ട്. 55-ാം അധ്യായം 8-ാം തിരുവചനം: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. കാരണം കർത്താവ് ഒരു ഉപമ പറയുമ്പം അതിലൂടെ ദൈവത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. കാരണം ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴും പത്രോസ് പറഞ്ഞു, ഇതങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. മാനുഷികമായി നോക്കിയാൽ വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: നിന്റെ ചിന്ത മാനുഷികമാണ്, സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ് പത്രോസിനെ മാറ്റി നിർത്തുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തുള്ള മനുഷ്യരെ പോലെ ചിന്തിക്കുവാനല്ല ഈശോ നമ്മളെ വിളിച്ച് മാറ്റി വേർതിരിച്ച് നിർത്തിയത്. നമ്മൾ മാമോദിസ മുങ്ങി തിരുസഭയുടെ അംഗമാകുമ്പം മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയല്ല, അതിലൂടെ എന്താണ് ദൈവം എന്നോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ധ്യാനിക്കണം. അതുകൊണ്ടാണ് വചനം എപ്പോഴും വായിച്ചു വിട്ടാൽ പോരാ, നമ്മൾ വചനം ധ്യാനിക്കണമെന്ന് പറയുന്നത്. ഒരു കാലത്ത് എലീഷ പ്രവാചകൻ തൻ്റെ പ്രവാചക കാലത്ത് ഒരു നഗരത്തിൽ പ്രവേശിക്കും. അവിടെ പ്രവേശിക്കുമ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണത്തിനായി ചെല്ലുമ്പം ശൂനേംകാരിയുടെ ഭവനത്തിൽ എലീഷ ഭക്ഷണത്തിനായി പോകും. അപ്പോൾ അവൾ തൻ്റെ ഭർത്താവിനോട് എലീഷയെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ്. സാധാരണ മാനുഷികമായി ചിന്തിക്കുന്ന കാര്യങ്ങളല്ല എലീഷ ചിന്തിക്കുന്നത്. അവൾ പറയുകയാണ്, എലീഷ ഒരു ദൈവ മനുഷ്യനാണ്. നമ്മൾ 99 കാൽക്കുലേറ്റ് ചെയ്യുമ്പം
നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കായിരിക്കാം അപ്പൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ സാധിച്ചത്? ഒരു ഇടയൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ സാധിച്ചത് ആർക്കായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മറ്റൊരു ഉപമ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. അത് വേറൊരു ഉപമയല്ല, ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. നഷ്ടപ്പെടലിൻ്റെ വേദന ഒരു മകൻ അനുഭവിച്ച ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. നമ്മൾ ഒരു രീതിയിൽ ധ്യാനിക്കുമ്പോൾ, അത് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, വേറൊരു രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സർവ്വ സൗഭാഗ്യങ്ങളും കൂടെ ഉണ്ടായി അപ്പൻ്റെ കൂടെ താമസിച്ച ഒരു മകൻ അവൻ്റെ ഇഷ്ടപ്രകാരം സ്വത്ത് വാങ്ങി പിതാവിൽ നിന്ന് അകന്നു പോകുന്നു. അതേ അവസ്ഥയാണ് ഒരു പക്ഷേ ആടിനും ഉണ്ടായിട്ടുണ്ടാവുക. 99 100 നടന്നപ്പം ആടിന് പ്രശ്നമുണ്ടായില്ല. 99 നിന്ന് ഒരുപക്ഷെ തന്നിഷ്ടപ്രകാരം ഓടി മാറിയ ഒരാടായിരിക്കാം. ആ ആടിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ധൂർത്തപുത്രൻ കടന്നുപോയ വഴി ഒന്ന് ധ്യാനിച്ചാൽ മനസ്സിലാവും. സർവ്വ സൗഭാഗ്യങ്ങളും അവൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. സ്വത്ത് വാങ്ങി തന്നിഷ്ടപ്രകാരം അവൻ ഓടിമാറി. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് വേദനയുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഒരു കാലമായിരുന്നു. അവിടെ സംഭവിച്ചത് അവൻ്റെ സമ്പാദ്യം മുഴുവൻ ദൂർത്തടിച്ച് തീർത്തു. പിന്നെ അവൻ ഒരു പൗരൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. ആ പൗരൻ അവനെ പന്നികളെ മേയ്ക്കുവാനായിട്ട് വിട്ടയക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് സംഭവിക്കുന്നത് ഇപ്രകാരമാണ്: പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കഴിച്ച് വിശപ്പകറ്റുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് അവൻ്റെ ഇടയൻ അവൻ്റെ അപ്പനെക്കുറിച്ച് അവൻ ചിന്തിച്ചത്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഭൃത്യന്മാർ പോലും സുഭിക്ഷമായി കഴിയുന്നു, ഞാനിവിടെ വിശന്നു മരിക്കും. ഇതാണ് നഷ്ടപ്പെട്ട ഒരു ആടിൻ്റെ അവസ്ഥ. ആട് തിരിച്ചറിയുകയാണ് തൻ്റെ ഇടയൻ്റെ കൂടെ ആയിരുന്നപ്പോഴുണ്ടായിരുന്ന ആ സുഖത്തിൻ്റെയും ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കാലം നഷ്ടപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ നമുക്കുണ്ടായിരുന്നതിൻ്റെയൊക്കെ വില ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മൾ മാമോദിസ മുങ്ങി ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നു, തിരുസഭയുടെ അംഗമായി ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പം ഒരുപക്ഷെ നമുക്കിതൊന്നും അത്ര വിലയുള്ളതായിട്ട് തോന്നിയെന്ന് വരില്ല. പക്ഷേ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ചില മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റായ അവസ്ഥയിൽ ചിലർ ദൈവത്തെ തിരിച്ചറിയും. അവരുടെ മാനസാന്തരം ഈശോ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് അവർ മാറും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടേതായ ചില കാര്യങ്ങൾ, അത് നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഈ 99 ആടിനെ നമ്മൾ ധൂർത്തപുത്രനിലെ മൂത്ത പുത്രനോടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ദൈവപരിപാലന അനുഭവിക്കുന്ന ഒരു മകൻ, അപ്പൻ്റെ കൂടെ ആയിരിക്കുന്ന മകൻ, അവൻ പറയുന്നുണ്ട്, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നാഘോഷിച്ചു. പക്ഷേ മൂത്രപുത്രൻ്റെ പരിഭവം, അവൻ പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നു എന്നതിലുള്ള സന്തോഷമല്ല അവനുള്ളത്. അവൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുകയായിരുന്നു വർഷങ്ങളായിട്ട്, ഞാൻ നിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും കൊന്നിട്ടില്ല. നമ്മുടെയൊക്കെ അവസ്ഥ ഒരു പക്ഷേ ഇതായിരിക്കാം. ദൈവം ചേർത്ത് പിടിക്കുമ്പോഴും പരാതി പറയുന്ന ഒരു ജീവിതമാണോ നമ്മുടേതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൽപ്പന പാലിക്കുന്നുണ്ട്, പിതാവിൻ്റെ കൂടെയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം അവൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ മനോഭാവം, അവനോർക്കുന്നത് അവനൊരു ദാസ്യവേല ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെയും അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരിക്കും. പരിപൂർണനായി നമ്മൾ ദൈവത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നാവിൽ സ്വീകരിക്കുമ്പോഴും പിന്നെയും നമുക്കുണ്ടാവും ഒരു കൂട്ടം പരാതികൾ. ദൈവത്തെ തന്നെ നമുക്ക് നൽകിയാലും നമ്മൾ പിന്നെയും പറയും ചില പരാതികളും പരിഭവങ്ങളും. അതാണ് 99 ആടിനുണ്ടാവുന്ന അവസ്ഥ. പക്ഷേ നഷ്ടപ്പെട്ട ആടിൻ്റെ വേദന അവൻ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ഒരു ഇടയൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ അവൻ ഇടയായി. നമ്മൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. അവസ്ഥയിൽ പിതാവ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഇടയൻ്റെ മനസ്സ്. അതാണ് ഈശോ ചെയ്യുന്നത്. 99 വിട്ടിട്ടും ആടിനെ തേടിയിറങ്ങിയ ഒരിടയൻ. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിതാവ് അവന് പുതിയ മേലങ്കി കൊടുക്കുന്നു, അവൻ്റെ കയ്യിൽ മോതിരം കൊടുക്കുന്നു, അവന് അണിയാൻ ചെരുപ്പ് നൽകും. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ നൽകിയത് എന്തെങ്കിലും അവനൊരു വിലയുള്ളതായിട്ട് തോന്നുമോ, അതോ അവന് അപ്പനെ കിട്ടിയതാണോ വിലയുള്ളത്? നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം.
നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേടുന്നതാണോ ദൈവം വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ തന്നെ നൽകുന്നതാണോ വലുതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം ദൈവം ചില നഷ്ടപ്പെടുത്തലുകളും ചില ഒറ്റപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹം തിരിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ്. കാരണം 1 കൊരിന്ത്യർ 6 അധ്യായം 20 തിരുവചനം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിസ്സാരരായ വ്യക്തികളല്ല. ദൈവസ്നേഹം വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അത് എപ്രകാരമാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെന്ന് അറിയണമെങ്കിൽ 1 പത്രോസ് 1 അധ്യായം 18-19 തിരുവചനം നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മനസ്സിലാകും. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും കർത്താവിന് പറയാനുള്ളത്: നിന്റെ ജീവൻ, നിന്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തമാണെന്നാണ് ഈശോയ്ക്ക് പറയാനുള്ളത്. അത്രയും അമൂല്യമാണ് നീ. നമ്മളത് വ്യക്തിപരമായി വചനങ്ങളൊക്കെ സ്വീകരിക്കണം. കാരണം അതുകൊണ്ടാണ് വചനം വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത്. 43 അധ്യായത്തിൽ 4 തിരുവചനം വചനം വ്യക്തമായി പറയുന്നുണ്ട്: നീ എനിക്ക് പ്രിയങ്കരനും വിലപ്പെട്ടവനും ബഹുമാന്യനുമായതുകൊണ്ട് നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് വേണ്ടി ജനതകളെയും ഞാൻ നൽകും. ഇത്രയും വലിയ വാഗ്ദാനം ദൈവം നമുക്ക് നൽകുമ്പം നമ്മളതിനെ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്? നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. ഇതൊക്കെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ആ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അനുഭവിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പം ചില ഒറ്റപ്പെടലുകൾ ദൈവം അനുവദിക്കും, ചില വേദനകൾ ദൈവം അനുവദിക്കും, ആരുമില്ലാത്ത ചില അവസ്ഥകൾ. അത് വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഓടി കാനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ അവർ ചെങ്കടലിനടുത്ത് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പുറകിൽ ഈജിപ്ത് സൈന്യം വരുന്നു, 2 വശത്തും ചതുപ്പ് നിലങ്ങൾ, മുമ്പിൽ ചെങ്കടൽ. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരവസ്ഥ. അപ്പോഴാണ് മോശയ്ക്ക് തൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ സാധിച്ചത്. തൻ്റെ മുമ്പിലുള്ള ഏത് പ്രതിസന്ധിയായാലും ഏത് ചെങ്കടലായാലും അതിനെ വിഭജിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എന്നെ വിളിച്ചതെന്ന ബോധ്യം മോശയ്ക്കുണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ ചില സഹനങ്ങൾ, അങ്ങനെ ചില വേദനകൾ ദൈവം മോശയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്. ആ ഒരു ബോധ്യം നമുക്കും ഉണ്ടാവട്ടെ. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഏത് പ്രശ്നങ്ങളെക്കാൾ വലിയവനായ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായ, സർവാധിപനായ, സർവശക്തനായ, അത്യുന്നതനായ ഒരു ദൈവത്തെയാണ് നമ്മൾ നാവിൽ സ്വീകരിക്കുന്നത്. ആ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരു ആടിനെ തേടി വന്ന ഒരു ഇടയനെ മാത്രമല്ല, ആടിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ഒരു ഇടയനെ നമുക്ക് ഈ പരിശുദ്ധമായ അൾത്താരയിൽ കാണാം. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം സ്വന്തം ജീവൻ ബലി കഴിച്ച് പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ മുമ്പിൽ ആ സ്നേഹം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോ